ടോക്ക് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ശരിക്കും അവിടെ കടലുണ്ടിയിലെ ജനങ്ങളുടെ മാത്രമല്ല ബാക്കിയുള്ള അയൽ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, കടലുണ്ടിയിൽ മാത്രമല്ല, കാരണം ചില സമീപ പ്രദേശങ്ങളായ വള്ളിക്കുന്ന്, എല്ലാം ഫറോക്ക്, എല്ലാ ജനങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്ന കല ഇഷ്ടപ്പെടുന്ന ജനങ്ങളെല്ലാവരും അപ്പം റീജിയൽ ചാനലിൽ എത്തുന്ന എല്ലാ ദിക്കിലുള്ള ജനങ്ങളും ഓൾറെഡി അവിടെ ഉണ്ട്. ഏതോ ക്ഷേത്രത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തിയെന്നൊക്കെ പറഞ്ഞു. റീജിയണൽ ചാനലിൽ പോയ അത് മാത്രമല്ല, അത് എവിടേക്കോ കിടക്കുന്ന സംഗതിയല്ല. നമ്മൾ സുധീർ കടലുണ്ടിയിൽ മാത്രമേ ഉള്ളൂ. മൊത്തം ഈ പ്രോഗ്രാമിന്റെ വിജയത്തിൽ പങ്കെടുത്തു. എല്ലാവരും പ്രാർത്ഥനയുണ്ട്. കോഴിക്കോട് നടത്തിയ യജ്ഞവും ഈ കടലുണ്ടി നടത്തിയ യജ്ഞം തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺസ് തോന്നുന്നുണ്ടോ? ഞാനത് 2003 10 മണിക്കൂർ കടലുണ്ടിയിലും 2004 13 മണിക്കൂർ കോഴിക്കോടും, വീണ്ടും 2005 ഇത് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്താൽ മതിയോ? ഓക്കെ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, മോഹൻചാലി. ഞാൻ മോഹൻചാലിനെ പറ്റി മോഹൻചാലിനെ പറ്റി പറയട്ടെ. മോഹൻചാലി ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷം, ഒരു എന്താ പറയാ, ഏട്ടനനിയനെ പോലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. മോനേട്ടാന്ന് വിളിക്കാനുള്ള ആരോഗ്യ അദ്ദേഹം എടുക്കാണ്ട് മോൻജി ഞാൻ വിളിച്ചതാ. അത് വേൾഡ് ഫെയിമായി പോയി. മോൻജി എല്ലാവരും വിളിക്കും. ഇപ്പം നമ്പിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ദാസേട്ടൻ പോലും മോൻജി അദ്ദേഹത്തെ വിളിക്കാം. മോൻജി എവിടെയുള്ളത് ഇപ്പോ? അതല്ലേ, രാവിലെ പവിത്രനൊക്കെ വിളിച്ചിരുന്നു. മോനേട്ടന്റെ വീട്ടിൽ നിന്ന്, പിൻപുറത്തിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പൊ ആദ്യം മോഹൻജിനെ ചോദിച്ചു ഞാൻ. ഇല്ല, അങ്ങനെ കുറച്ച് കാലിന് കുറച്ച് പ്രയാസമുണ്ട്, നീരിന്റെ വല്ലാതെ അങ്ങനെ കടയുന്നുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമില്ല മോഹൻജി. മോഹൻജിന്റെ സൗണ്ട് ഒക്കെ വേറെ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സൗണ്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല മോഹൻജി കേട്ടോ. അതല്ലേ, എന്താ മോഹൻജി പറയാ ഈ ചാനലിന്റെ ഈ പ്രോഗ്രാമിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നന്ദി. കാരണം റീജനിൽ നമുക്ക് വളരെ ഉപകാരം ചെയ്തു. കാരണം മാധ്യമത്തിന്റെ അന്നത്തെ ഒരു റിപ്പോർട്ട് നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ജനങ്ങളുടെ സംഘാടകരുടെ ജനങ്ങളുടെ. പക്ഷെ അത് റീജിയണൽ ഇങ്ങനെ ഈ പ്രോഗ്രാം കൊടുത്തുകൊണ്ട് വളരെ ആശങ്ക ജനങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിച്ചു. ഇന്നിപ്പോ അങ്ങനെ കുറെ കോളുകൾ എനിക്ക് വന്നു. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ആ ഒരു ജഗദീപ് സിംഗിന്റെ തബല വായന നമ്മളെ വായനയായിട്ട് ഒരു തരത്തിലും ബാധിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞു. ആ റിപ്പോർട്ട് വന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു ജനങ്ങളെ പ്രയാസം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഉറക്കം നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് വെറുതെ ആയോ എന്നുള്ളൊരു തോന്നലായിപ്പോയി അവർക്ക്. അത് പുറത്തിറക്കിയ മാധ്യമത്തിൽ കുറച്ച് നീങ്ങി അവർ വിജയിച്ചു എന്ന് നമുക്ക് കരുതാം നമുക്ക്. പക്ഷെ അത് റീജിയണൽ ചാനൽ പോലുള്ള നമ്മളെ സ്വന്തം ചാനൽ അവർ ശരിക്കും അത് ജനങ്ങളുടെ ആശങ്ക മാറ്റിയിട്ടുണ്ട്. അന്ന് വൈഫ് ഹൗസ് പോകുന്നുണ്ടോ? ഉച്ചയ്ക്ക് പോകുന്നുണ്ടോ? ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ടോ? ഓക്കെ. അല്ല, വീട്ടിൽ അച്ഛനമ്മയോട് ഒക്കെ പറയട്ടോ. വീട് പോലെ കഴിയുന്ന ഒരു ടീം സ്ഥലമാണ്. ഇപ്പൊ ഈ തിരക്ക് കാരണം അല്ലാണ്ട് പോകാൻ കഴിയില്ല. സ്വീകരണം 26 സംശയം, കറക്റ്റ് അല്ല, 26 സംശയം ഉണ്ട്. അത് മന്ത്രിയുടെ അഴിവ് നോക്കിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരു വമ്പൻ വിജയമാക്കണം നമുക്ക്, അല്ലേ? വലിയൊരു വിജയമാക്കി മാറ്റണം അത്. പരിപാടി കഴിയുന്നില്ല. പരിപാടി തുടക്കം മുതൽ നമുക്കതിന് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം മാനവ മൈത്രിയാണ്. അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അന്നും ഇന്നും എന്നും നമുക്കിങ്ങനെ അത് നിലനിർത്താൻ കഴിയുന്നുണ്ട്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, മോഹൻജിക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ കടലുണ്ടി വാവുത്സവത്തിന് നമ്മൾ ഡോക്യുമെന്ററിക്ക് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് പോലും മാതൃകയാണ് നമ്മൾ കടലുണ്ടി പഞ്ചായത്തിന്. അന്ന് തമാശ തന്നെ പറഞ്ഞു, അത്ര വേണമെന്ന് ചോദിച്ചു അല്ലേ? പക്ഷെ അത് സത്യമാണെന്ന് ഇപ്പൊ തോന്നുന്നില്ലേ മോഹൻജിക്ക്? ശരിക്കും നമ്മളെ ഇന്ത്യക്ക് പോലും മാതൃകയാണ് നമ്മളെ കടലുണ്ടി പഞ്ചായത്തിലെ കൂട്ടായ്മ, അല്ലേ? അതിൽ നമ്മളൊരു നിമിത്തമായതിൽ മഹാഭാഗ്യം, ഒരു മുൻജന്മ സുഹൃന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? ശരിക്കും അത് ഉണ്ടാക്കാൻ, അത് ഉണ്ടെന്ന് അറിയിക്കാൻ നമുക്കൊരു ആർട്ടിസ്റ്റ് നൽകി സാധിച്ചതിൽ വലിയ സന്തോഷം, അല്ലേ? അതെ അതെ. അല്ല, അതിനൊക്കെ ഈ ജന്മം മുഴുവനും കടപ്പാടാണ് അവരുടെ ജന്മം. അതൊരു നന്ദി എന്നുള്ള വാക്ക് പോരാട്ടോ. അതിനൊന്നും നന്ദി എന്നുള്ള വാക്കിന് അത് ഒരു കടമ കഴിഞ്ഞ പോലെയാണ്. അത് ഈ ജന്മം മുഴുവനും. ഞാൻ നേരത്തെ ഒരു കോളോട് പറഞ്ഞു, പുനർജന്മത്തിൽ വിശ്വാസമില്ല, ഉണ്ടെങ്കിൽ അത് കടലുണ്ടിയിൽ തന്നെ ജനിക്കണം, ഒരു ആർട്ടിസ്റ്റായിട്ട് ജനിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാ കേട്ടോ. അതെ അതെ. ഞാൻ കുറെ ചീത്ത പറഞ്ഞ ആളാട്ടോ, തബല കയ്യൊക്കെ. ഞാൻ ഈ അബ്നോർമലിൽ കുറെ ചീത്ത കേട്ടൊരു വ്യക്തിയാണ്. അതെ 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 അതെ. അതല്ലേ,
അത് നമ്മുടെ സമൂഹത്തിന് എന്ന് ആവശ്യം വരണോ അന്ന് സുധീർ കടലുണ്ടി പരിപാടി നടത്തിയിരിക്കും. അത് പ്രായം ഒരു ഘടകമല്ല കേട്ടോ. ഈ സ്നേഹത്തിന് മുമ്പിൽ പ്രായം 41-14 മാറും. ഓക്കെ 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 ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഓക്കെ നല്ലൊരു കോൾ അല്ലേ. എന്തായാലും മോഹൻജിക്ക് റീജിയണൽ ചാനലിന്റെ വക ഹാപ്പി വിഷു നേരുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. എന്നാലും ഒരു കോൾ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, ആരാണ്? ശ്രീദേവി, കടലുണ്ടിയിൽ നിന്ന്. അയ്യോ മോളെ, എന്നാ നാട്ടിലെത്തിയത്? അതല്ലേ, ഈ പ്രാവശ്യം പ്രാർത്ഥന ചെല്ലാൻ പറ്റിയില്ല. എല്ലാ പരിപാടിക്കും പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ശ്രീദേവി. ശ്രീദേവി എന്താ പറയാ, എൻ്റെ ചേച്ചിയുടെ മകളാണെന്ന് പറയാം. മോനേട്ടൻ, ഒരു ഫാമിലി ഒക്കെ. കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ 57 മണിക്കൂർ ഭക്ഷണമൊക്കെ ചേച്ചി നിർബന്ധമാണ്. അവരെ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. അത്രയും സ്ട്രിക്റ്റ് നിയമമായിരുന്നു. പ്രാവശ്യം അവർ തിരുവനന്തപുരത്തായിരുന്നു, നമുക്ക് എത്താൻ പറ്റിയില്ല. മോളെ എന്താ നാട്ടിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞോ മോളെ? അതല്ലേ, ഓക്കെ, വലിയ സന്തോഷമായിട്ട് മോളെ. ഞാൻ അങ്ങോട്ട് വരണ്ട് കേട്ടോ. വീട്ടിൽ നിന്നാണ് വിളിക്കണത്. പ്രോഗ്രാം ഇത് ആദ്യമായിട്ട് നമ്മൾ ഈ കേസറ്റൊക്കെ ഒന്ന് അയക്കണം അങ്ങോട്ട്. അതിന് കുറേ സ്വീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ജനങ്ങൾ സ്നേഹമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അവിടെ പങ്കെടുക്കണം. ഇന്നിപ്പം സൂര്യ പഴഞ്ചന്നൂർ എന്നുള്ള ക്ലബിന്റെ പരിപാടിയാണ്, അവിടെ പോകണം. ശരിക്കും 102 മുക്കാലുണ്ട് മോളെ. 102 മുക്കാൽ. അടുത്ത പ്രൊജക്ട് അതിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം മോളെ മതമൈത്രിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവിടെ നമ്മൾ എവിടെ നമ്മൾ അങ്ങനത്തെ നമ്മളെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ല സുധീർ കടലുണ്ടിന്റെ ഒറ്റയ്ക്ക് ഒരു പേര് സുധീർ കടലുണ്ടിന്റെ ഒറ്റയ്ക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമല്ലല്ലോ ഇത്. നമ്മുടെ നാടിന്റെ സുധീർ കടലുണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലല്ലോ സുധീർ കടലുണ്ടി. ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. ദൈവം എനിക്ക് തന്ന കഴിവ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. അത് യൂണിറ്റിക്ക് വേണ്ടി ആയതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ മോളെ. അച്ഛനോട് അമ്മയോടൊക്കെ പറയും കേട്ടോ. അച്ഛനോട് അമ്മയോടൊക്കെ പറയും. മോനേട്ടാ ഡൂഡേട്ടാ. അയ്യോ ഡൂഡേട്ടാ, അയ്യോ അതെ കേട്ടാ. അല്ല മനോജേട്ടനൊക്കെ ഉണ്ടോ? മനോജേട്ടൻ മീനൊക്കെ ഉണ്ടോ അവിടെ? അല്ല മനോജേട്ടനും മീനൊക്കെ അവിടെ ഉണ്ടോ? അയ്യോ അതല്ലേ. ഡൂഡേട്ടാ എന്താ അഭിപ്രായം? ഡൂഡേട്ടാ നമ്മളെ ഡൂഡേട്ടാ എന്താ നമ്മളെ അഭിപ്രായം അവരോട് പറ്റിയിട്ട്? ഓക്കെ. അത് മാത്രല്ല ദൈവം അനുഗ്രഹിക്കട്ടെ തന്നെ. അയ്യോ സന്തോഷം. അല്ല ഞാൻ പറയാം, നമ്മള് ഡൂഡേട്ടന്റെ ഡൂഡേട്ട ഒരു സെക്കൻഡ്, ഞാൻ ഡൂഡേട്ടന്റെ തറവാട് ക്ഷേത്രം ഉണ്ട് അവിടെ. അവിടെയൊക്കെ ഞാൻ അമ്മച്ചന്റെ കൂടെ സ്ഥിരമായിട്ട് ഭജനയ്ക്ക് പോകുന്ന ആളാണ്. വിജയസ്വാമി അവരെ പാപ്പനാണ്, നന്നായിട്ട് ഭജനയ്ക്ക് ആളായിരുന്നു പഴഞ്ചുണ്ട് അമ്പലമായിട്ട്. അപ്പൊ അവരൊക്കെ ഭജനയ്ക്ക് തബല വായിച്ചു. അതൊക്കെ ഒരു എനർജിന്റെ കേട്ടോ ഡൂഡേട്ടാ. നമ്മളെ കാരണന്മാരൊക്കെ ഈ സമയത്ത് ഓർമ്മിക്കുക കേട്ടോ. കാരണം വിജയസ്വാമിയൊക്കെ എനിക്ക് വേണ്ടി അത്രയും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പ്രോത്സാഹനം തന്ന ആളുകളാണ്. സത്യം പറഞ്ഞാലേ, കാരണം രാത്രി ഞാൻ 12 മണിക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഫറോക്ക് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു എന്താ പറയാ, അതിന് വാക്കുകളില്ല കേട്ടോ. വലിയ സന്തോഷം കേട്ടോ. ചേച്ചിക്ക് എന്തോ പറയണം? ചേച്ചിയെ ഹലോ, സെക്കൻഡ് കേട്ടോ. ഓക്കെ മേഡം. ചേച്ചിയെ നമസ്കാരം. ഈ പ്രാവശ്യം ഭക്ഷണം ഒന്നും കിട്ടിയില്ല കേട്ടോ അവിടുന്ന്. ഓക്കെ, ഞാൻ പറയായിരുന്നു സ്റ്റേജിൽ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയുടെ ഭക്ഷണമാണ് കംപ്ലീറ്റ് കഴിച്ചെടുക്കുന്നത്. ചെല്ലുകൂടെ ദൈവാധീനം ജനങ്ങളെ സ്നേഹം കൊണ്ട് അവരുടെ രക്ഷപ്പെട്ടു കേട്ടോ. തീർച്ചയായിട്ടും. അയ്യോ, അത് ജന്മം മുഴുവനും കടപ്പാടാ ചേച്ചി നമ്മൾ അവരോടെ. അതെ അതെ അതെ. അതല്ലേ, പറഞ്ഞു മോനട്ടെ കുറച്ച് കേൾപ്പിച്ചൊക്കെ കണ്ടിരുന്നു. ഇപ്രാവശ്യം ശ്രീദേവിക്ക് ഈ പ്രാർത്ഥന അവതരിപ്പിക്കാൻ പറ്റിയ വലിയ സങ്കടം എനിക്ക്. കാരണം എല്ലാ പരിപാടിയും ശ്രീദേവിയാണല്ലോ പ്രാർത്ഥന ഉണ്ടാവാറ്. ശരി ചേച്ചി, എന്നാലും ഓക്കെ. എല്ലാവരോടും ഇട്ടോ, എല്ലാവരുടെ അന്വേഷണം പറഞ്ഞേ. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ തീരുകയാണ്.
അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം, അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ശരിക്കും ഈ ഒരു വിഷു ദിനത്തിൽ പ്രേക്ഷകർക്കായി ഒരുക്കിയ വിഷു കൈനീട്ടം തന്നെയായിരുന്നു ഈ അഭിമുഖം. ഏതായാലും ഈ വിഷു ദിനത്തിൽ ഞങ്ങളോടൊപ്പം ചെലവഴിച്ച സുധീർ കടലുണ്ടിക്കും നന്ദി അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.